ായിരിക്കും. അപ്പോൾ ഈ 5 രാവുകൾ നമ്മൾ അതിനു വേണ്ടി മെനക്കെട്ടിരിക്കുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ആദ്യത്തെ ടാസ്കായി മാറേണ്ടത്. അത് പള്ളിയിലാവാം, അത് വീട്ടിലാവാം. രാത്രി മുതൽ മഗ്‌രിബ് മുതൽ സുബ്ഹി വരെ പരമാവധി സമയത്ത് ഇബാദത്തുകളിൽ മുഴുകിയിരിക്കുക. പള്ളിയിലാണ് ഇരിക്കുന്നത് എങ്കിൽ പള്ളിയാണ് സഹബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ. അള്ളാഹ്ക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന ചോദ്യത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി അത് അള്ളാന്റെ പള്ളിയാണെന്ന. അപ്പൊ പള്ളിയോളം ബർക്കത്താക്കപ്പെട്ട ഒരു സ്ഥലമല്ല നമ്മുടെ വീട് എന്നതിനാൽ പരമാവധി പള്ളിയിൽ തന്നെ ചെലവഴിക്കാൻ ശ്രമിക്കുക. തഹർരിയത്ത് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് പേരിട്ടത്. ഫമൻകാന മുതഹർരിഹ, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന ആളുകൾ, പ്രതീക്ഷിച്ചിരിക്കാൻ തീരുമാനിച്ച ആളുകൾ, ഫല്യതഹറഹ ഫിൽ അശ്റിൽ അവാഖിരി ഫിൽ വിത്ർ, അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ അതിനു വേണ്ടി കാത്തിരിക്കട്ടെ, പ്രതീക്ഷിച്ചിരിക്കട്ടെ. ഇപ്പൊ വീടുകളിലായാലും വേണ്ടില്ല, പള്ളിയിലുമായാലും വേണ്ടില്ല, ഉറങ്ങാൻ വേണ്ടിയിട്ട് വന്നിരിക്കാതെ ഇബാദത്തെടുക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടി വന്നിരിക്കുക. അത് നിർവഹിക്കുന്നതിനിടയിൽ സ്വാഭാവികമായി ഉറക്കു വരികയാണെങ്കിൽ അത് നമ്മുടെ നിയന്ത്രണത്തിൽ പെടാത്ത സംഗതിയാണ്. നമ്മുടെ പ്രതിഫലം നഷ്ടപ്പെടുകയില്ല എന്ന് ഹദീസുകൾ പരിശോധിച്ചാലും വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാലും മനസ്സിലാകും. പക്ഷെ ഉറങ്ങാനുള്ള നീയത്തോടുകൂടി തലയണയും പുറപ്പും ഒക്കെ കൂടെ ആയിട്ട് പോരണ്ട. കാരണം ഇത് ബോധ്യപ്പെടുത്തേണ്ട അള്ളാഹു സുബ്ഹാനഹു വ തആല ആണല്ലോ. വീട്ടിൽ വരുന്നത് കാണുമ്പോൾ തന്നെ അള്ളാഹ്ക്ക് അറിയാം അത് പോക്ക് അതിനുള്ളതല്ല, ഇത് പോക്ക് ഇബാദത്തിനുള്ളതല്ല എന്ന് അള്ളാഹ്ക്ക് മനസ്സിലാകും. അപ്പൊ അങ്ങനത്തത് വേണ്ട. നമ്മൾ വീട്ടിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും പരമാവധി സമയം ഇബാദത്തെടുക്കുക. വിശുദ്ധ ഖുർആൻ പാരായണം. ഇന്ന നാസിഅത്തൽ ലൈലി അശദ്ദു വതഅൻ വഅഖവമു ഖീല, അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ ഏറ്റവും മെച്ചപ്പെട്ട സമയം രാത്രിയുടെ അവസാന യാമങ്ങളാണ്. ഖാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അവർ രാത്രി ഉറക്കം കുറവാക്കി അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തും. പ്രത്യേകിച്ച് പത്താഴം കഴിക്കുന്ന സമയങ്ങളിൽ അവരാണ് വിശ്വാസികളെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകൾ എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് പ്രാവർത്തികമാക്കാൻ പറ്റിയ